എല്ലാവർക്കും നമസ്കാരം. ടുഡേ ബാങ്കിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഹ്രസ്വകാല കാർഷിക വായ്പ നൽകുമ്പോൾ ഒരു ബാങ്ക് അനുവർത്തിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. അഗ്രികൾച്ചർ ലെൻഡിങ്, ഷോർട്ട് ടേം അഗ്രികൾച്ചർ ലെൻഡിങ്ങിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഷോർട്ട് ടേം അഗ്രികൾച്ചർ ലെൻഡിങ്. വൈ ടു അഡ്ഹെയർ ടു ദ ലെൻഡിങ് പ്രൊസീജിയേഴ്സ്? നമ്മൾ എന്തിനാണ് ഷോർട്ട് ടേം അഗ്രികൾച്ചർ ലോൺ ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം കരുതൽ എടുക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കൂ, നീഡി ഫാമേഴ്സ് ആർ ഫിനാൻസ്ഡ് അറ്റ് ലോവർ ഇൻട്രസ്റ്റ് റേറ്റ്. അത് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതാണ്. ഹ്രസ്വകാല കാർഷിക വായ്പ നൽകുന്നത് ബാങ്ക് റെഡ്യൂസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റിലാണ്. 7% 3 ലക്ഷം രൂപ വരെയുള്ള ഹ്രസ്വകാല കാർഷിക വായ്പകൾ ബാങ്ക് നൽകുന്നത്. റെഡ്യൂസ്ഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ കൊടുക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള റേറ്റിൽ കിട്ടുന്ന വായ്പ കൃത്യമായിട്ടുള്ള കർഷകന്, നീഡി ആയിട്ടുള്ള ഫാമേഴ്സിന്, ആവശ്യമുള്ള കർഷകർക്കാണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് വരുന്നത് ടു അവോയ്ഡ് ഫണ്ട് ഡൈവേർഷൻ. ഒരു കാരണവശാലും നമ്മൾ കൊടുത്തിരിക്കുന്ന വായ്പകൾ, ഹ്രസ്വകാല കാർഷിക ആവശ്യത്തിന് കൊടുക്കുന്ന വായ്പകൾ മറ്റൊരു ആവശ്യത്തിനായിട്ട് വിനിയോഗിക്കരുത് എന്നുള്ള കാര്യം നമ്മൾ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫണ്ട് ഡൈവേർഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. അത് എൻഷുർ ചെയ്യണം. ടു എൻഷുർ ഫണ്ട് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദ ഇന്റൻഡഡ് ആക്ടിവിറ്റി. കൃത്യമായിട്ടുള്ള ആക്ടിവിറ്റിക്ക് തന്നെയാണ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്റൻഡഡ് രണ്ടും കറക്റ്റ് ആയിട്ടാണ് വരിക. ഫണ്ട് ഡൈവേർഷനും ഇന്റൻഡഡ് ആക്ടിവിറ്റിയിൽ ഉപയോഗിക്കുന്നത് നമ്മൾ എൻഷുർ ചെയ്യണമെന്ന് പറയുന്നത് ഒരു രണ്ടും സെയിം ആണ്. അതായത് നോക്കൂ, ഇപ്പോൾ 7% കാർഷിക വായ്പ എടുത്തിട്ട് മറ്റ് വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ കിട്ടുന്ന രീതിയിലേക്ക് അത് ഡെപ്പോസിറ്റ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയോ ചെയ്യരുത്. പകരം അത് കാർഷിക മേഖലയിൽ ആവശ്യമുള്ള കർഷകൻ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുകയും വേണം. ഇഫക്റ്റീവ് റിസ്ക് മാനേജ്മെന്റ് എന്നുള്ളതാണ് മറ്റൊരു കാര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇഫക്റ്റീവ് റിസ്ക് മിറ്റിഗേഷൻ. റിസ്കിനെ മിറ്റിഗേറ്റ് ചെയ്തിരിക്കണം കൃത്യമായിട്ടും എന്നുള്ള കാര്യം നമ്മൾ എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ പറയുന്ന ലെൻഡിങ് പ്രൊസീജിയേഴ്സ് ഷോർട്ട് ടേം അഗ്രികൾച്ചർ ലോണിന്റെ കൃത്യമായിട്ട് നോക്കണം എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, ടു അവോയ്ഡ് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ്. ഫ്രോഡുലന്റ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ അവോയ്ഡ് ചെയ്തിരിക്കണം. അത് വേറൊരു രീതിയിൽ ഫണ്ട് ഡൈവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്താണെങ്കിൽ അതൊക്കെ തന്നെ ഫ്രോഡുലന്റ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി എങ്ങനെയൊക്കെയാണ് നമ്മൾ ഷോർട്ട് ടേം അഗ്രികൾച്ചർ ലോൺ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കൂടുതൽ കോഷ്യസ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യം. ഫീൽഡ് വിസിറ്റും വെരിഫിക്കേഷനും മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫീൽഡ് വിസിറ്റ്സ് ആർ എസെൻഷ്യൽ ടു ഫിസിക്കലി അസസ് ദ സ്റ്റാൻഡിംഗ് ക്രോപ്പ്. സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്ന് വെച്ചാൽ നിലവിലുള്ള വിളകൾ, കൃഷി ചെയ്യുന്ന വിളകളെ നമ്മൾ കൃത്യമായിട്ടും അസസ് ചെയ്തിരിക്കണം. ഒരു കർഷകൻ നമ്മുടെ അടുത്ത് വന്ന് അദ്ദേഹം ഡിക്ലെയർ ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ് എന്ന് നമ്മളോട് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ആ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ടാക്സ് റെസീറ്റ് പരിശോധിച്ച് അദ്ദേഹം വിള ചെയ്യുന്ന കൃഷിയുടെ എക്സ്റ്റെന്റ് നമ്മൾ ഏകദേശം കണക്കാക്കി സ്കെയിൽ ഓഫ് ഫിനാൻസുമായി നമ്മൾ ഒത്തുനോക്കി അദ്ദേഹത്തിന് ഏകദേശം എത്ര തുക നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണ നമ്മൾക്ക് ഉണ്ടാവണം. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ കർഷകനുമായി നമ്മൾ ഫീൽഡ് വിസിറ്റ് കണ്ടക്ട് ചെയ്തിരിക്കണം. ഹ്രസ്വകാല കാർഷിക വായ്പ കൊടുക്കുമ്പോൾ ഫീൽഡ് വിസിറ്റ് മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കണം. അതെന്തിനാണ്? ടു എൻഷുർ ദ സ്റ്റാൻഡിംഗ് ക്രോപ്പ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിളകൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫീൽഡ് വിസിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. വെരിഫൈങ് ദ സ്കെയിൽ ഓഫ് ഫിനാൻസ്, എൻഷുറിംഗ് ദാറ്റ് ദ ഡിസ്ബേഴ്സ്ഡ് ലോൺ എമൗണ്ട് ആക്യുറേറ്റ്ലി അലൈൻസ് വിത്ത് ദ ആക്ച്വൽ ക്രോപ്പ്. വെരിഫൈങ് ദ സ്കെയിൽ ഓഫ് ഫിനാൻസ്. നോക്കൂ, സ്കെയിൽ ഓഫ് ഫിനാൻസിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തുടർന്നുള്ള സ്ലൈഡുകളിൽ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് സ്കെയിൽ ഓഫ് ഫിനാൻസ് വെച്ചുകൊണ്ട് ഒരു കർഷകന് എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഈ സ്കെയിൽ ഓഫ് ഫിനാൻസ് അനുസരിച്ചുകൊണ്ടുള്ള സ്കെയിൽ ഓഫ് ഫിനാൻസിൽ അദ്ദേഹം ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ക്രോപ്പും സ്കെയിൽ ഓഫ് ഫിനാൻസ് അനുസരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ക്രോപ്പാണോ അദ്ദേഹം തന്നിരിക്കുന്നതെന്ന് നമ്മൾ ഫീൽഡ് വിസിറ്റിനകത്ത് നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. ഫീൽഡ് വിസിറ്റ്സ് ആൻഡ് വെരിഫിക്കേഷനകത്ത് പിന്നീട് പറയുന്നത് ഒബ്റ്റൈനിങ് ടാക്സ് റെസീറ്റ്സ് ഡ്യൂറിംഗ് വിസിറ്റ്. അദ്ദേഹത്തിന്റെ ടാക്സ് റെസീറ്റ് നമ്മൾ ചെയ്തിരിക്കണം. അദ്ദേഹം പാട്ടത്തിന് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന ആളുടെ ടാക്സ് റെസീറ്റ് ഉൾപ്പെടെ നമ്മളത് വാങ്ങിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. കാരണം പാട്ടത്തിന് അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുന്നത് ആ രീതിയിൽ കൂടിയാണ്. പ്രിപ്പയറിംഗ് ഫീൽഡ് വിസിറ്റ് റിപ്പോർട്ട്സ് ടു കൺഫേം ഫൈൻഡിങ്സ് ആൻഡ് കംപ്ലയൻസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫീൽഡ് വിസിറ്റ് റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ ലോൺ ഫയലിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടതാണ്.
ഫീൽഡിൽ നമ്മൾ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് ഫീൽഡ് വിസിറ്റ് റിപ്പോർട്ടിനകത്ത് കാണുക. അത് തീർച്ചയായിട്ടും നമ്മൾ ഫയൽ ചെയ്ത് വെച്ചിരിക്കണം. ലീസ് എഗ്രിമെന്റ് ആണെന്നുണ്ടെങ്കിൽ വെരിഫൈങ് ദ ബോറോവേഴ്സ് ലീഗൽ റൈറ്റ് ടു ദ പ്രോപ്പർട്ടി ഓർ ലാൻഡ് ഫോർ വിച്ച് ദ ലോൺ ഈസ് സാങ്ഷൻ. അദ്ദേഹം ഏത് രീതിയിലാണ് ആ പ്രോപ്പർട്ടിയുമായി അറ്റാച്ച്ഡ് ആയി കിടക്കുന്നത്, അത് ലീസ്ഡ് ആണോ ഓൺലാൻഡ് ആണോ. ലീസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ലീസ് എഗ്രിമെന്റ് അദ്ദേഹത്തിന്റെ ഇത് വാങ്ങിച്ചിരിക്കണം. ലീസ് എഗ്രിമെന്റ് ഒറിജിനൽ അദ്ദേഹത്തിന് ബാങ്കിൽ തരാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അതിന്റെ സർട്ടിഫൈഡ് കോപ്പി എങ്കിലും നമ്മൾ ബാങ്കിൽ വാങ്ങിച്ചു വെച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നോക്കൂ, ടാക്സ് റെസിപ്റ്റ് വാങ്ങിച്ചിരിക്കണം, ഫീൽഡ് വിസിറ്റ് വാങ്ങിച്ചിരിക്കണം, ടാക്സ് റെസിപ്റ്റ് ഓണർ ലാൻഡ് ഓണറുടെയും വാങ്ങിച്ചിരിക്കണം ഇഫ് ഇറ്റ് ഈസ് ഫോർ ഗിവൺ ഫോർ ലീസ്. ഓണറുടെ ടാക്സ് റെസിപ്റ്റ് വാങ്ങിച്ചിരിക്കണം, ഈ കൃഷി ചെയ്യുന്ന ബോറോവറുടെ ടാക്സ് റെസിപ്റ്റ് വാങ്ങിച്ചിരിക്കണം, ഫീൽഡ് വിസിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം, ലീസ് എഗ്രിമെന്റ് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തൊക്കെയാണ് വെരിഫിക്കേഷൻ ചെക്ക് ലിസ്റ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്. ഒന്ന്, കാൽക്കുലേഷൻ ഷീറ്റ്. സ്കെയിൽ ഓഫ് ഫിനാൻസിൽ നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ക്രോപ്പ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ എലിജിബിൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാൽക്കുലേഷൻ ഷീറ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിസൈസ്ലി ഡിറ്റർമിനിങ് ദ ലോൺ എമൗണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രിസൈസ്ലി അത് ലോൺ എമൗണ്ട് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അപ്രൈസൽ റിപ്പോർട്ട്. എന്താണ് അപ്രൈസൽ റിപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? കാൽക്കുലേഷൻ ഷീറ്റ് അപ്രൈസൽ റിപ്പോർട്ടിന്റെ ഒരു ഭാഗമായിട്ട് വരും. ആൻ ഇൻഡെപ്ത് അസസ്മെന്റ് ഓഫ് ദ ബോറോവേഴ്സ് എലിജിബിലിറ്റി ആൻഡ് ദ പ്രൊജക്ട്സ് ഓവറോൾ വയബിലിറ്റി. ഇവിടെ പ്രൊജക്ട് എന്ന് പറയുമ്പം കൺഫ്യൂസ്ഡ് ആവേണ്ട, വലിയ പ്രൊജക്റ്റ് അല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നിലവിൽ അദ്ദേഹം ചെയ്യുന്ന ആക്ടിവിറ്റി, അദ്ദേഹം എന്തിനാണോ വായ്പയ്ക്ക് വന്നിരിക്കുന്നത്, അത് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിലും അത് ഏതൊക്കെയാണ് ആക്ടിവിറ്റി, അതൊക്കെയും തന്നെ അദ്ദേഹത്തിന് എലിജിബിലിറ്റിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ടോ? ആ ഒരു ഇൻഡെപ്ത് അസസ്മെന്റ് ആണ് അപ്രൈസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് പ്രൊജക്റ്റും ഏത് ആക്ടിവിറ്റിയും ഫിനാൻസിങ്ങിന് വേണ്ടി ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അപ്രൈസൽ ബാങ്ക് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ അപ്രൈസൽ റിപ്പോർട്ട് ഒരു എന്റർപ്രൈസ് ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്രൈസൽ റിപ്പോർട്ട് ലോൺ ഫയലിന്റെ കൂടെ ടാഗ് ചെയ്ത് വെച്ചിരിക്കണം. ഫീൽഡ് വിസിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. ദ ഡീറ്റെയിൽ റിപ്പോർട്ട് സമ്മറൈസിംഗ് ഫൈൻഡിങ്സ് ഫ്രം ദ ഫിസിക്കൽ വെരിഫിക്കേഷൻ. ഫിസിക്കലായിട്ട് നമ്മൾ ഫീൽഡിൽ പോയി അവിടെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അത് സമ്മറൈസ് ചെയ്തിട്ട് ആ ഫൈൻഡിങ്സ് വെക്കുന്നതാണ് ഫീൽഡ് വിസിറ്റ് റിപ്പോർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, പോസ്റ്റ് സാങ്ഷൻ മോണിറ്ററിംഗ് റിപ്പോർട്ട്. ഒരു റിപ്പോർട്ട് ഓൺഗോയിങ് മോണിറ്ററിംഗ് ആക്ടിവിറ്റീസ്. എന്തൊക്കെയാണ് മോണിറ്ററിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, എപ്പോൾ ആഫ്റ്റർ ദ ലോൺ ഹാസ് ബീൻ ഡിസ്പേഴ്സ്ഡ്, ലോൺ ഡിസ്പേഴ്സ് ചെയ്തതിന് ശേഷം എന്തൊക്കെ മോണിറ്ററിംഗ് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നു. പലരും ചിലപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തു പോകുന്ന രീതിയിൽ കാണാറുണ്ട്. എൻഷുറിംഗ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ആൻഡ് പ്രിവെന്റിംഗ് ദെയർ മിസ്യൂസ്. ഫണ്ടിന്റെ യൂട്ടിലൈസേഷൻ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. പോസ്റ്റ് ഡിസ്പേഴ്സ്മെന്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിനകത്ത് കണ്ടതാണ്. ആ ഡിസ്പേഴ്സ്മെന്റിന് ശേഷമുള്ള ഇൻസ്പെക്ഷനകത്ത് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്സ് ആണ് കൂടുതലായിട്ട് നമ്മൾ നോക്കുക. റിസ്ക് മിറ്റിഗേഷൻസ് അസോസിയേറ്റഡ് വിത്ത് ലോൺ ഡിഫോൾട്ട്സ് ആൻഡ് ഫ്രോഡുലന്റ് പ്രാക്ടീസസ്. നമ്മൾ നേരത്തെ ഇത് സൂചിപ്പിച്ചിരുന്നു. റിസ്ക് നമ്മൾ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യുന്നു, ഇത് പിന്നീട് ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിന് ഒരു ഏർലി വാർണിംഗ് സിഗ്നൽ, അദ്ദേഹം തിരിച്ചടക്കാൻ പറ്റാതാവുന്നതിന്റെ എന്തെങ്കിലും സിഗ്നൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് എന്താണ് മാർഗം, അദ്ദേഹത്തിന് ക്രോപ്പ് ലോസ് സംഭവിക്കുന്നുണ്ടോ, ക്രോപ്പ് ലോസിന് അഡീഷണൽ ആയിട്ട് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരുമോ, ക്രോപ്പിന് പോസ്റ്റ് ഹാർവസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റോറിങ്ങിന് നമ്മൾ വേറെ എന്തെങ്കിലും ലോൺ കൊടുക്കേണ്ടി വരുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും തന്നെ പോസ്റ്റ് ഡിസ്പേഴ്സ്മെന്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിനകത്താണ് നമ്മൾ ചർച്ച ചെയ്യുക. നോക്കൂ, ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ, ഈ സ്ലൈഡിനകത്ത് നമ്മൾ ഇതുവരെയുള്ള സ്ലൈഡുകളിൽ നമ്മൾ സൂചിപ്പിച്ചത് ഷോർട്ട് ടേം അഗ്രികൾച്ചർ ലോൺ ഡിസ്പേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഫീൽഡ് വിസിറ്റ് മസ്റ്റ് ആണ്. ഫീൽഡ് വിസിറ്റ് റിപ്പോർട്ട് അതിനകത്ത് വെച്ചിരിക്കണം. പോസ്റ്റ് മോണിറ്ററിംഗ് ഡിസ്പേഴ്സ്മെന്റ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് അതിനകത്ത് വെച്ചിരിക്കണം. കാൽക്കുലേഷൻ ഷീറ്റ്, സ്കെയിൽ ഓഫ് ഫിനാൻസ് ബേസ്ഡ് ആയിട്ട് കാൽക്കുലേഷൻ ഷീറ്റ് അതിനകത്ത് വെച്ചിരിക്കണം. അപ്രൈസൽ റിപ്പോർട്ട് അതിനകത്ത് വെച്ചിരിക്കണം. വ്യക്തിയുടെ ടാക്സ് റെസിപ്റ്റ് നമ്മൾ വാങ്ങിച്ചിരിക്കണം. ലീസ് എഗ്രിമെന്റ് ആണെന്നുണ്ടെങ്കിൽ ലീസ് എഗ്രിമെന്റ് കോപ്പിയോ സർട്ടിഫൈഡ് കോപ്പിയോ നമ്മൾ വാങ്ങിച്ചിരിക്കണം. ലീസ് എഗ്രിമെന്റ് ലാൻഡ് ലീസിന് കൊടുത്തിരിക്കുന്ന വ്യക്തിയുടെ ടാക്സ് റെസിപ്റ്റ് ഉൾപ്പെടെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിന് ശേഷം ആ എലിജിബിലിറ്റി കാൽക്കുലേഷൻ കൃത്യമായിട്ട് നൽകിയാൽ കണ്ടെത്തി ആ ഒരു എമൗണ്ട് മാത്രമേ നമ്മൾ ഷോർട്ട് ടേം അഗ്രികൾച്ചർ ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ പറയുന്ന നിബന്ധനകളൊക്കെയും തന്നെ നമ്മൾ എന്തിനൊക്കെ ബാധകമാണ്? അഗ്രികൾച്ചർ ഗോൾഡ് ലോൺ വെക്കുകയാണെന്നുണ്ടെങ്കിലും മറ്റ് ഷോർട്ട് ടേം അഗ്രികൾച്ചർ ലോണിനും ഇത് ബാധകമാണ് എന്നുള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഇല്ലസ്ട്രേഷനകത്ത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എ ഫാമർ ഹാസ് കം ടു
അവൈൽ ഷോർട്ട് ടേം അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫ്രം യുവർ ബാങ്ക്. ഒരു കർഷകൻ വന്നിട്ടുണ്ട്, ഷോർട്ട് ടേം അഗ്രികൾച്ചർ ലോൺ ആണ്, ക്രെഡിറ്റ് ആണ് അദ്ദേഹത്തിന് വേണ്ടത്. യു ഹാവ് ഇന്റർവ്യൂഡ് ഹിം ആൻഡ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഹാവ് ബീൻ ഒബ്റ്റെയിൻഡ്. ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് പിന്നീട് പറയുന്നുണ്ട്. ഹൗ യു വിൽ അറൈവ് വിത്ത് ദ എലിജിബിൾ എമൗണ്ട്. എങ്ങനെയാണ് എലിജിബിൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക? നോക്കൂ, നമ്മൾ അതിന്റെ അദ്ദേഹം തന്നിരിക്കുന്ന ഡിക്ലെയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. ടോട്ടൽ ഏരിയ ഓഫ് കൾട്ടിവേഷൻ 5 ഏക്കറാണ്. അദ്ദേഹം പറഞ്ഞ അനുസരിച്ച്, ഡിക്ലെയർ ചെയ്ത അനുസരിച്ചുകൊണ്ടാണ്. ഇതൊക്കെയും തന്നെ ഫീൽഡ് വിസിറ്റ് നമ്മൾ എൻഷുർ ചെയ്യണം. അതിനാണ് ഫീൽഡ് വിസിറ്റ് കൺസിഡർ ചെയ്യുന്നത്. കോക്കനട്ട് ഇറിഗേറ്റഡ് ആണ്. തെങ്ങ് ഇറിഗേറ്റഡ് ആയിട്ട് വളർത്തുന്നതിന് 3 ഏക്കർ, നനച്ച് ജലസേചനത്തോടു കൂടി വളർത്തുന്ന കോക്കനട്ട് ആണ്. 3 ഏക്കർ കൃഷി കോക്കനട്ട് ചെയ്യുന്നുണ്ട്, ഇറിഗേറ്റഡ് ആണ്. അരക്കനട്ടും അതുപോലെ പിന്നെ അടക്ക കൃഷിയും ഇറിഗേറ്റഡ് ആയിട്ടാണ് വെക്കുന്നത്. കവുങ്ങ് അത് 1 ഏക്കർ കൃഷി ചെയ്യുന്നു. അടുത്തത് വരുന്ന കുരുമുളകാണ്. കുരുമുളക് നോക്കൂ, ഇന്റർ ക്രോപ്പ് ആയിട്ട് ഇടവിളയായിട്ടാണ് കുരുമുളക് വളർത്തുന്നത്. അത് 2 ഏക്കറോളം കൃഷി ചെയ്യുന്നു. ബനാന നിയന്ത്രണാണ്, 1/2 ഏക്കറാണ് അദ്ദേഹം കൃഷി ചെയ്യുന്ന എക്സ്റ്റന്റ്. വെജിറ്റബിൾ, പന്തൽ ക്രോപ്സ്. വെജിറ്റബിൾ സപ്പോർട്ടഡ് വിത്ത് പന്തൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് വെജിറ്റബിള് പന്തൽ ഇല്ലാതെയും പന്തലോട് കൂടിയും വളർത്തുന്ന വെജിറ്റബിൾ ഉണ്ട്. രണ്ടിന്റെയും കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ വ്യത്യാസമുണ്ട്. പന്തൽ ക്രോപ്സിന് കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ കൂടുതലാണ്, കാരണം പന്തൽ ഇറക്ട് ചെയ്യുന്നതിന്റെ കോസ്റ്റ് കൂടി അതിനകത്ത് വരുന്നുണ്ട്. സോ അതും 1/2 ഏക്കറോളം അദ്ദേഹം കൃഷി ചെയ്യുന്നു. അത് കൂടാതെ അദ്ദേഹത്തിന് 4 പശുക്കൾ വീട്ടിലുണ്ട്. 4 പശുക്കൾ അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. കൂടാതെ ക്രോപ്പ് ഇൻഷുറൻസ് പ്രീമിയം എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു 3000 രൂപ അദ്ദേഹത്തിന് ക്രോപ്പ് ഇൻഷുറൻസിന്റെ പ്രീമിയം ആയിട്ട് കണക്കാക്കുന്നു എന്ന് വിചാരിക്കുക. അതൊരു എക്സാമ്പിളിന് പറഞ്ഞിരിക്കുന്നതാണ്. നെക്സ്റ്റ്, പേഴ്സണൽ ഇൻഷുറൻസ് പ്രീമിയം 2000 രൂപ അദ്ദേഹത്തിന്റെ ഇൻഷുറൻസിന്റെ പ്രീമിയത്തിലും ആവശ്യമായിട്ട് വരുന്നുണ്ടോ? നോക്ക്, ഇത് സ്കെയിൽ ഓഫ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുമ്പ് നമ്മൾ സംസാരിച്ചപ്പം ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ച് ആണെന്നും കർഷകന്റെ കാർഷിക ആവശ്യങ്ങൾ കൂടാതെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ നീഡ്സും ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ടെന്നും നമ്മൾ പറഞ്ഞത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഓർക്കുക. ഇല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. നോക്കൂ, ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ കാൽക്കുലേഷൻ ഷീറ്റിലേക്ക് പോവാണ്. ക്രോപ്പിന്റെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ക്രോപ്പ് നെയിം. ഏരിയ, കൾട്ടിവേറ്റഡ് ഏരിയ, അദ്ദേഹം ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഏരിയ ഓഫ് കൾട്ടിവേഷൻ ആണ് ഇവിടെ നമ്മൾ എഴുതുന്നത്. ഇവിടെ റേറ്റ് പെർ ഏക്കർ അല്ലെങ്കിൽ പെർ യൂണിറ്റ് റുപ്പീസ് എന്നുള്ള രീതിയിൽ ഒരു റേഞ്ച് പറയുന്നു. നോക്കൂ, ഇതാണ് സ്കെയിൽ ഓഫ് ഫിനാൻസ്, അപ്രൂവ്ഡ് സ്കെയിൽ ഓഫ് ഫിനാൻസ്, RCS അപ്രൂവ്ഡ് സ്കെയിൽ ഓഫ് ഫിനാൻസ്. ഈവൺ 25-26 സാമ്പത്തിക വർഷം നമ്മൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കോപ്പി എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുമായിരിക്കും. എലിജിബിൾ എമൗണ്ട് എത്രയാണ്, ഇദ്ദേഹത്തിന്റെ ഏരിയ, കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏരിയയും ഈ റേറ്റും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് എലിജിബിൾ ആയിട്ട് വരുന്ന എമൗണ്ട് എത്രയാണെന്നുള്ളതാണ് നമ്മളിവിടെ നെക്സ്റ്റ് കോളത്തിൽ പറയുന്നത്. കോക്കനട്ട് ഇറിഗേറ്റഡ് നേരത്തെ പറഞ്ഞതുപോലെ 3 ഏക്കറാണ് കൃഷി ചെയ്യുന്നത്. 1 ഏക്കറിലേക്കുള്ള റേഞ്ച് ആണ് പറയുന്നത്. 42,500 രൂപ മുതൽ 1,00,000 രൂപ വരെ അദ്ദേഹത്തിന് വായ്പ കൊടുക്കാം. ഇത് ലോവർ റേഞ്ച് ആണ്, ഇത് അപ്പർ റേഞ്ച് ആണ്. ഇതിനിടയ്ക്കുള്ള ഏത് തുക വേണമെങ്കിലും നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. ഈ എമൗണ്ടും അപ്പർ എമൗണ്ടും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഏത് തുക വേണമെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ആക്ടിവിറ്റി, അദ്ദേഹം ചെയ്യുന്ന കൃഷി രീതികൾ അനുസരിച്ചുകൊണ്ട് ഇതിനകത്ത് മാറ്റം വരണമെന്നാണ് പറയുന്നത്. നമ്മളത് അപ്പർ ലെവൽ എടുക്കുകയാണ്. 1,00,000 രൂപ ഒരു ഏക്കറിന് കൃഷി ചെയ്യുമ്പോൾ ഇദ്ദേഹം 3 ഏക്കർ കൃഷി ചെയ്യുന്നുണ്ട്. സോ 3 lakhs rupees, 3 ലക്ഷം രൂപയാണ് ഇവിടെ വരുന്നത്. അരക്കനട്ട് ഇറിഗേറ്റഡ് ആയിട്ട് വളർത്തുകയാണ്. 1 ഏക്കറാണ് കൃഷി ചെയ്യുന്നത്. ഈ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ 1,00,000 രൂപ അദ്ദേഹത്തിന് വരുന്നു. പെപ്പർ ഇന്റർ ക്രോപ്പ് ആയിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇടവിളയായിട്ടാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത് എന്ന് നമ്മോട് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ക്രോപ്പ് ആയിട്ട് അതൊരു തനി വിളയായിട്ട് കൃഷി ചെയ്യുമ്പോൾ, പെപ്പർ മാത്രം അല്ലെങ്കിൽ കുരുമുളക് മാത്രം കൃഷി ചെയ്യുമ്പോൾ അതിനുള്ള സ്കെയിൽ ഓഫ് ഫിനാൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 42,500 മുതൽ 1,50,000 രൂപ വരെ അതിന്റെ പിന്നെ ചെലവ് വർദ്ധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ആ റേഞ്ചിലാണ് ചെലവ് ഉണ്ടാവുക. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഒരു തമ്പ് റൂൾ എന്ന് പറയുന്നത്, പെപ്പർ തനിവിളയായിട്ട് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന പെപ്പറിന്റെ എത്രയാണോ പെപ്പർ സ്റ്റാൻഡേർഡ് ഉള്ളത് എന്നുള്ളത് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഏരിയയ്ക്ക് ആണെങ്കിൽ കൗണ്ട് ചെയ്തുകൊണ്ട്, ഇപ്പൊ ഇത്ര ഇടവിളയാകുമ്പോഴത്തേക്കും കുരുമുളകിന്റെ എണ്ണത്തിൽ കുറവുണ്ടാവും. കാരണം ബാക്കിയുള്ള വിളകൾ അതിനിടയ്ക്കുള്ളത് കൊണ്ട് ടോട്ടൽ ഉള്ള കുരുമുളകിന്റെ എണ്ണത്തിന്റെ തൈകളുടെ എണ്ണം കൂട്ടി നോക്കിയിട്ട് അത് തനിവിളയായിട്ട് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര ഏരിയ കവർ ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ വിളയുടെ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് പലപ്പോഴും പ്രായോഗികമല്ലാത്തത് കൊണ്ട് ഒരു 75 മുതൽ 80% വരെ ഉള്ള തനി വിളയുടെ കോസ്റ്റ് ഇടവിളയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കാം. അങ്ങനെ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുകയാണ് 1,20,000 രൂപ 1 ഏക്കറിന്. 1,50,000 പകരം
1,20,000 എടുക്കുന്നുള്ളൂ. അത് തന്നിവിളയായിട്ട് അത് കുറച്ച് കൂടുതലായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ആണ് എത്ര എടുക്കണം, പ്രൊവൈഡഡ് ഇതിന്റെ ലോവർ ലിമിറ്റിലേക്ക് നിൽക്കുന്ന രീതി ചെയ്യുക. അത് 2 ഏക്കറാണ് കൃഷി ചെയ്യുന്നത്. സോ അത് 2,40,000 രൂപ വന്നു. പിന്നീട് വരുന്ന ബനാന നേന്ത്രൻ അതിന്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ 1,50,000 രൂപയാണ് വരുന്നത്. കാരണം 3 ലക്ഷമാണ് ഒരു ഏക്കറിന് വരുന്നത്. ഇദ്ദേഹം അര ഏക്കറിൽ കൃഷി ചെയ്യുന്നുള്ളൂ. സോ 1,50,000. വെജിറ്റബിൾ പന്തൽ 3 ലക്ഷം രൂപ എന്ന് കൂട്ടുകയാണെങ്കിൽ അതും 1,50,000. നോക്കൂ, നെക്സ്റ്റ് ക്രോപ്പ് കമ്പോണന്റ് എല്ലാം കൂടി കൂട്ടി ഇത്ര വിളകളാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത്. അതെല്ലാം കൂടി കിട്ടുന്നത് ടോട്ടൽ എ എന്ന് പറയുന്നത് 9,40,000 രൂപയാണ്. അവിടെ കൊണ്ട് അത് തീരുന്നില്ല. നോക്കൂ, അദ്ദേഹം ഒരു പശുവിനെ 4 നമ്പർ അദ്ദേഹം പശു അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. 4 എണ്ണത്തിനെ വളർത്തുന്നുണ്ട്. ആ കമ്പോണന്റിനകത്ത് ഒരു പശുവിനകത്ത് പറഞ്ഞിരിക്കുന്നത് 30,500 രൂപ വരെ കൊടുക്കാം. 21,500 മുതൽ 30,500 രൂപ വരെ പശുവിന് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ 4 പശുക്കൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും 1,22,000 രൂപ അതിന് വരുന്നുണ്ടോ എന്ന് കണക്ക് കൂട്ടി. ടോട്ടൽ നോക്കുമ്പോഴും ഈ ക്രോപ്പ് കമ്പോണന്റും അനിമൽ ഹസ്ബൻഡറി കമ്പോണന്റ് ആണ് കൗ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ വരുന്നത് 10,62,000 രൂപയാണ്. ഇവിടെയും ഇത് അവസാനിക്കുന്നില്ല. ഇതെന്താണ്? ക്രോപ്പ് കമ്പോണന്റും അനിമൽ ഹസ്ബൻഡറിയുടെയും തുക എത്രയാണെന്ന് മാത്രമേ നമ്മൾ കൂട്ടിക്കഴിഞ്ഞിട്ടുള്ളൂ. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എങ്ങനെ വരുന്നു എന്നുള്ള കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയർ ലിമിറ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നോക്കൂ, ടോട്ടൽ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 10,62,000 രൂപയാണ്. നേരത്തെ പറഞ്ഞതനുസരിച്ച് സ്കെയിൽ ഓഫ് ഫിനാൻസ് ചാർട്ട് വെച്ച് പരിശോധിച്ച് കിട്ടിയ എമൗണ്ട് ആണ്. അതിന്റെ കൂടെ ആഡ് ചെയ്യുക എന്ത്? 10% ഓഫ് ദിസ് എമൗണ്ട്. അത് പോസ്റ്റ് ഹാർവസ്റ്റിനോ PH എന്ന് പറയുന്നത് പോസ്റ്റ് ഹാർവസ്റ്റ് ആണ്, കൺസംഷൻ പർപ്പസിന്. അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ അതിന് വേണ്ടിയിട്ട് 10% കൂട്ടുമ്പോൾ ഇതിന്റെ 10% എന്ന് പറയുന്നത് 1,06,200 രൂപയാണ്. നോക്കൂ, ഇനി ഇതിന്റെ തന്നെ 20% എന്തിന് വേണം? ഫാം മെയിൻ്റനൻസിന് വേണ്ടി കൂട്ടണം എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് 2,12,400 രൂപയാണ്. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ വരുന്നത്, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 3,18,600 രൂപ വന്നു. അത് ഈ 3,18,600 ഇതിന്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 10,93,800 രൂപയാണ് ഗ്രാൻഡ് ടോട്ടലായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെയും ഇത് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, അതിനിടയ്ക്ക് ക്രോപ്പ് ഇൻഷുറൻസ് പ്രീമിയം നേരത്തെ 3,000 രൂപ അദ്ദേഹത്തിന് ഒരു വർഷത്തേക്ക് വേണ്ടി വരുമെന്ന് പറഞ്ഞു. പേഴ്സണൽ ഇൻഷുറൻസ് പ്രീമിയം 2,000 രൂപ അതിന്റെ പ്രീമിയം ഒരു വർഷത്തേക്ക് വേണമെന്ന് പറഞ്ഞു. അതും കൂടെ ഈ തുകയുടെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഇയർ ലിമിറ്റ് എന്ന് പറയുന്നത്. 10,98,800 രൂപയാണ് ആ ഒരു വർഷം അദ്ദേഹത്തിന് പരമാവധി വിത്ഡ്രോ ചെയ്യാൻ പറ്റുന്ന തുക. അദ്ദേഹം ഡിക്ലെയർ ചെയ്ത ക്രോപ്പും നമ്മൾ ഫീൽഡ് വിസിറ്റിൽ നമ്മൾ അത് എൻഷുർ ചെയ്തിരിക്കുന്ന വിളകളും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് 10,98,800 രൂപയാണ് അദ്ദേഹത്തിന് ഫസ്റ്റ് ഇയറിൽ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുക. സെക്കൻഡ് ഇയറിൽ എന്താ സംഭവിക്കുക? ഫസ്റ്റ് ഇയർ ലിമിറ്റിന്റെ കൂടെ 10% ഇൻക്രീസ് ആണ്. അത് 12,08,680 രൂപയാണ്. ഫസ്റ്റ് ഇയർ ലിമിറ്റിന്റെ കൂടെ ജസ്റ്റ് 10% ഇൻക്രീസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള സബ്സിക്വന്റ് ഇയേഴ്സിന്റെ കാൽക്കുലേഷൻ ഒക്കെയും അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തേർഡ് ഇയർ ലിമിറ്റ് എന്താണ്? വീണ്ടും 10% അതിന്റെ കൂടെ കൂട്ടി. സെക്കൻഡ് ഇയർ ലിമിറ്റിന്റെ കൂടെ 13,29,548 രൂപ. ഫോർത്ത് ഇയർ ലിമിറ്റ് 14,62,503 രൂപ. ഫിഫ്ത് ഇയർ ലിമിറ്റ് ഫോർത്ത് ഇയർ ലിമിറ്റിന്റെ കൂടെ 10% കൂടെ കൂട്ടി 16,08,753 രൂപ. അതാണ് അദ്ദേഹത്തിന്റെ MPL എന്ന് പറയുന്നത്. എന്താണ് MPL എന്ന് പറഞ്ഞാൽ? മാക്സിമം പെർമിസിബിൾ ലിമിറ്റ്. നോക്കൂ, ഈ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് 5 വർഷത്തിനുള്ളിൽ പരമാവധി വിഡ്രോ ചെയ്യാൻ പറ്റുന്ന തുകയാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ തുക തന്നെ ആദ്യത്തെ വർഷം തന്നെ ഇദ്ദേഹത്തിന് പിൻവലിക്കാൻ സാധിക്കില്ല. ആദ്യത്തെ വർഷം പിൻവലിക്കാൻ പറ്റുന്ന 10,00,000 സംതിങ് രൂപയായിരുന്നു നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. രണ്ടാമത്തെ വർഷം ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ വർഷം ഇത്രയാണ്. നാലാമത്തെ വർഷം 14 അഞ്ചാമത്തെ വർഷത്തിൽ മാത്രമേ അദ്ദേഹത്തിന് ഇത്രയും രൂപ പിൻവലിക്കാൻ സാധിക്കുള്ളൂ. അദ്ദേഹത്തിന്റെ ക്രോപ്പ് നമ്മൾ ഇത് അസ്യൂം ചെയ്യുന്നത് അദ്ദേഹം ഇതേ ക്രോപ്പിംഗ് പാറ്റേൺ ഇതേ രീതിയിൽ 5 വർഷത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഏതെങ്കിലും രീതിയിൽ ക്രോപ്പിംഗ് പാറ്റേണിനകത്ത് വ്യത്യാസം വരികയോ നേരത്തെ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതാണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും തന്നെ നമ്മൾ റീകാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഈ കാര്യങ്ങൾ റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ എമൗണ്ടും കൂടി നമ്മൾ പിന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് ഈ ഒരു കാൽക്കുലേഷൻ ഷീറ്റ് വളരെ കൃത്യമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഫയലിങ്ങിന്റെ കൂടെ നമ്മൾ വെക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സ്കെയിൽ ഓഫ് ഫിനാൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒന്നും കൂടി എക്സാമ്പിൾ സഹിതം പറഞ്ഞു. മറ്റൊന്ന് എന്തൊക്കെയാണ് നമ്മൾ ഇത് ഷോർട്ട് ടേം അഗ്രികൾച്ചർ ലോൺ കൊടുക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ ഇന്നലെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രസന്റേഷൻ
പ്രസന്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിന്നെ വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനും വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.